ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് വേളാങ്കണ്ണി വ്ളോഗിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇന്നത്തെ വ്ളോഗ് ഫുൾ ബീച്ച് ഡേ ഔട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ത്രൂ ഔട്ട് ബീച്ചിലെ കാര്യങ്ങൾ, രാവിലെ മുതൽ രാത്രി വരെയുള്ള ബീച്ചിലെ നമ്മുടെ ആക്ടിവിറ്റീസും കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് വേളാങ്കണ്ണിപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ബീച്ചിലേക്കുള്ള വഴിയിൽ നിന്ന് നടന്ന് ബീച്ചിലെത്തി. ബീച്ചിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വൈകുന്നേരമായ ഉച്ച മുതൽ വൈകുന്നേരമായ സമയത്താണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങനെ നീങ്ങി തിരക്ക് കുറഞ്ഞ സ്ഥലത്തോട്ട് വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ ആയിട്ടുള്ള പ്ലാനിൽ അങ്ങോട്ടേക്ക് നീങ്ങി നടന്നു. അപ്പോൾ നമ്മുടെ ഒരു ടവർ ഹൗസിൻ്റെ ആ സൈഡിൽ വന്നിട്ടാണ് നമ്മൾ ഇരുന്നത്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരോട്ട് അങ്ങനെ വന്നു. ആ ബീച്ചിൽ വെള്ളത്തിലിറങ്ങി. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടൊക്കെ ബീച്ചിലിറങ്ങി കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇതുപോലെ ദുബിച്ചേട്ടൊക്കെ ഉറക്കമെന്ന് പറഞ്ഞപ്പോൾ കിടന്നു. അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു. ഇതൊക്കെ ഓൾറെഡി ചാനലിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കണ്ടു നോക്കാം. വേറെ ചാനലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീച്ചിലെ കുളി കഴിഞ്ഞ് ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ മറ്റേ ജല്ലിക്കെട്ടിൻ്റെ പോലത്തെ ഒരു കാണാൻ വെച്ചിട്ട് നമുക്ക് ഇതാണ് ചലഞ്ചാണ്. 2 മിനിറ്റ് കറങ്ങാതെ വീഴാതെ പിടിച്ച് നിന്നാൽ 1000 രൂപ കാണാൻ കിട്ടും. ഇതേപോലത്തെ വേറെയും കുറേ ചലഞ്ചുകൾ അവിടെ ഉണ്ടായിരുന്നു. റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പിയിൽ പിടിച്ച് നിന്നാൽ 1000 രൂപ കിട്ടും. 100 എങ്ങാണ്ടാണ് ചലഞ്ചിൽ വേണ്ടത്. ഇതിന് 100 എങ്ങാണ്ടാണ് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ കുറേ നേരം നിന്ന് പിടിച്ച് നിൽക്കുന്നതാണ്. ഏതാണ്ട് 2 മിനിറ്റിനടുത്ത് വരെ നിന്നു. പക്ഷേ 2 മിനിറ്റ് ആവുന്നതിന് മുമ്പ് വീണുപോയി. അവൻ്റെ വീട്ടിൽ ഞാൻ ഫുൾ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ തന്നെ ആദ്യത്തെ കുറേ നേരം നമുക്കും ഇങ്ങനെ ഇതേപോലെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഇങ്ങനെ നടക്കുള്ളൂ. പിന്നെ ഇത് കുറേ രീതിയിൽ നമ്മൾ മറിച്ചിട്ടാനായിട്ടൊക്കെ നോക്കും. ആദ്യം ഒരു കയർ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ആ കയറിൽ വേണം നമ്മൾ പിടിച്ചിരിക്കാൻ. തല ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എയർ ബലൂണിൽ ഹെയ്സലിൽ കയറുന്നതൊക്കെ കുറേ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പിള്ളേരൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഹെയിലും കുറച്ച് ഇറാങ്ങളൊക്കെ കയറിയിട്ടുണ്ടാകുന്നുണ്ട്. പൊന്നു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഹെയ്സുവിനെയും ഈ കാറി കയറ്റി. പൊന്നും കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാറി കയറ്റി കിടപ്പിക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ വേളാങ്കണ്ണി ബീച്ചിൽ വന്നാലും ഒരുപാട് ആക്ടിവിറ്റീസായിട്ട് സമയം കളയാനൊക്കെ ഉണ്ട്. ഇതുപോലെ പിള്ളേർക്കാണെങ്കിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ, ഇതുപോലത്തെ മറ്റ് ചലഞ്ചുകൾ
ഒരുപാട് സമയം കളയാൻ കുറേ പരിപാടികൾ ഇപ്പോൾ വേളാങ്കണ്ണി ബീച്ചിലുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരാൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ജെല്ലിക്കെട്ടിൻ്റെ കയറി വന്നു. അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കി. ഇപ്പം കുറേ നേരം അവിടെ നിന്നായിരുന്നു, പല പല മോഡലിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ചലഞ്ച് പൊതുവെ ഇവർ ജയിച്ച് കഴിഞ്ഞവർക്ക് കാശ് കൊണ്ടുകൊണ്ട് ഇവർ പരമാവധി 2 മിനിറ്റുള്ളിൽ വീഴ്ത്താൻ നോക്കും. അതുപോലെ അവിടെ ടൈമർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര മിനിറ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മുടെ കൂടുതലുള്ള ആളുണ്ടെങ്കിൽ അയാൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ നമ്മൾ അവിടുത്തെ കൂന്തൽ, കഷ്ണമീൻ അങ്ങനെ നമ്മൾ മീനൊക്കെ ഓർഡർ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അതിങ്ങനെ വറുത്ത് പൊരിച്ച് ഇതാക്കി തരും. അപ്പോൾ 2-3 മോഡലിൽ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഒരു മീൻ, മറ്റേതൊരു മീൻ മുട്ട. അതിനുശേഷം നമ്മൾ ഈ വളയെറിയണ ഈ ഗെയിം കളിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ കളിച്ചപ്പോഴത്തേക്ക് ബിസ്ക്കറ്റും അതുപോലെ ഒരു ക്യാനും കിട്ടിയായിരുന്നു വെള്ളത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. അതിനുശേഷം ആ ഗെയിമായിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയ ക്യാൻ ആണ് തട്ടി കളിക്കുന്നത്. നമ്മൾ ഇവിടെ രാത്രി വരെ നിന്നിട്ട് ഇങ്ങനെ ഫുൾ വൈബടിച്ച് ഇരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ ഗേൾസിനും കൂടെ വന്ന ഗേൾസിനൊക്കെ ആണെങ്കിലും ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡാണ്. പിന്നെ അവർ നമുക്ക് ഇത്രയും കൂടി വന്ന കുറേ പേരുള്ളതുകൊണ്ട് പാട്ടൊക്കെ വെച്ച് തന്നായിരുന്നു. പാട്ട് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ പാട്ടിനനുസരിച്ചാണ് ഇവരൊക്കെ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇരുട്ടായതുകൊണ്ട് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇതിന് ശേഷം ഡീപ്പ് നൈറ്റുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നാലും ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക. അങ്ങനെ ബീച്ചിലെ ഒരുവിധ സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം റൂമിൽ പോയി ഉച്ചകൾക്ക് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് റൂമിൽ ചെറിയ കലാപരിപാടിയാണ് കാണുന്നത്.
അതിനുശേഷം നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോയി. ബീച്ചിൽ പോയിട്ട് വീണ്ടും മീനിൻ്റെ വറുത്തതൊക്കെ കഴിക്കാനായിട്ടും പോയി. പിള്ളേർക്ക് ചാടിക്കളിക്കുമെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അതിന് ചാടിക്കളിക്കാൻ കൊണ്ടുപോയി. ഇവിടെയൊക്കെ ഭയങ്കര വെട്ടം കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ ഒരു ഡേ ഫുൾ ബീച്ച് തന്നെയായിരുന്നു. ഇതുപോലെ നിങ്ങളും വേളാങ്കണ്ണി പോയിട്ട് ഇങ്ങനെയൊക്കെ സ്വിം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ബീച്ച് വ്ളോഗായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. വേളാങ്കണ്ണി വ്ളോഗിൻ്റെ കുറേ ഭാഗങ്ങൾ വരാനുണ്ട്, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.